വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാരന്റ്സിനെ എന്ത് ചെയ്യണ്ട, ഡിപ്പെൻഡ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് 10th ട്യൂഷന് പോകണമെങ്കിലോ +1 +2 ട്യൂഷന് പോകുന്നെങ്കിലോ, ഇനി നമുക്ക് ബുക്സ് മേടിക്കണോ, നോട്ട്ബുക്ക്, പെന്ന്, ഇങ്ങനെയുള്ള ആക്സസറീസ് മേടിക്കണമെങ്കിലോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ എന്റെ പാരന്റ്സിനെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. എമൗണ്ട് നമുക്ക് കിട്ടാം, മന്ത്ലി നമുക്ക് 1000 രൂപ കിട്ടും, ഒരു വർഷത്തിൽ 12000 രൂപ. അപ്പൊ ഒരു +2 കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 48,000 റുപ്പീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു പരീക്ഷ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം, ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് MHRDയുടെ കീഴിൽ വരുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ കേരളത്തിൽ ഇത് SCERT ആണ് നടത്തുന്നത്. ഓക്കെ, പക്ഷെ ഈ ഒരു പരീക്ഷ എല്ലാവർക്കും കിട്ടില്ല. ഇത് ആർക്കേ കിട്ടൂ? മെറിറ്റ് ആണ്. ഇതൊരു മെറിറ്റ് സ്കോളർഷിപ്പ് ആണ്. അതായത് മെറിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം ഇത് കിട്ടൂ. പഠിക്കുന്ന, കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കൊക്കെ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ഒക്കെ നമുക്കറിയാം. 8ാം ക്ലാസ്സിലായിരിക്കണം. പിന്നെ അതുപോലെ ഇൻകം എന്തായിരിക്കും? ഒരു 3.5 3.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എയ്ഡഡ് സ്കൂളിലോ ഗവൺമെന്റ് സ്കൂളോ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പം പരീക്ഷ നമ്മളൊരു ഡിസംബറിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് USS എഴുതിയ മക്കളുണ്ടോ? കിട്ടിയവരുണ്ടോ? USS ക്ലിയർ ചെയ്തവരുണ്ടോ? എനിബഡി? ഇല്ല. USSന് പഠിച്ചിട്ട് കിട്ടാത്തവരുണ്ടോ? പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് USS ക്ലിയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ, കിട്ടിയിട്ടില്ല. നന്നായിട്ട് പഠിച്ചിട്ടും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ ആ സങ്കടം ഉണ്ടോ ഈ മക്കൾക്കൊക്കെ? സങ്കടം ഉണ്ടോ കിട്ടാൻ? ഉണ്ട്. അപ്പൊ യെസ് യെസ്, എനിക്കും ഇതുപോലെ 2 മാർക്കിനാണ് USS നഷ്ടമായത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്ക് കിട്ടാത്തതിന്റെ ഒരു വിഷമം അല്ലെ. അപ്പൊ പക്ഷെ എന്ത് ചെയ്തു, തൊട്ടടുത്ത വർഷത്തെ NMMS ആയിരുന്നു എന്റെ മെയിൻ ഫോക്കസ്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് പിന്നെന്താവുന്നത്, ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു USS കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടാത്ത കുട്ടികൾ എന്ത് പറയാ അറിയോ? എല്ലാവരോടും പറയാ, ഐ ആം നോട്ട് ഫെയിൽഡ്. ഞാൻ എന്തില്ല, ഞാൻ തോറ്റിട്ടില്ല. ഐ ആം നോട്ട് ഫെയിൽഡ്. പക്ഷേ മൈ സക്സസ് ഈസ് ജസ്റ്റ് പോസ്റ്റ്പോൺഡ്. നമ്മുടെ വിജയം നമ്മൾ ഒന്ന് നീട്ടി വെച്ചു അല്ലെ. ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വിജയി. ഓക്കെ ആണോ? എന്ത് പറയണ മനസ്സില്? ഞാൻ തോറ്റിട്ടില്ല, ഞാൻ എന്റെ സക്സസ് ഞാൻ ഒരു വർഷത്തേക്ക് നീട്ടി അല്ലെ. അപ്പൊ 8ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യും? NMMSഉം ക്ലിയർ ചെയ്യോ? ആ കോൺഫിഡൻസ് ഇല്ലേ ആർക്കും? ഉണ്ട്. അതെന്തെങ്കിലും വരാത്തത്? ഞാൻ ക്ലിയർ ചെയ്യും മിസ്സേ എന്ന് പറയൂ. ഒരു വർഷം കഴിഞ്ഞാൽ എന്റെ USS എനിക്ക് നഷ്ടമായത് അടുത്തൊരു വർഷത്തിന് വേണ്ടി ഞാൻ മേടിക്കും, അങ്ങനെ പറയൂ. അതിന് അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാർക്കും ഒന്ന് പറയും, എനിക്ക് കിട്ടും എന്ന് പറയും. അടുത്ത വർഷം ഡെഫിനറ്റ്ലി ഞാൻ USS കിട്ടാത്തവര് അടുത്ത വർഷം കഴിഞ്ഞ വർഷം USS ഡെഫിനറ്റ്ലി എനിക്ക് NMMS കിട്ടും അല്ലെ. കാരണം നമ്മുടെ വിജയം നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കുക അല്ലെ. അപ്പൊ ആരും സങ്കടപ്പെടണ്ട, നമുക്ക് അടുത്ത വർഷം മേടിക്കാം. വലിയൊരു എമൗണ്ടാ, USSനേക്കാളും വലിയൊരു എമൗണ്ടാ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതും +2 വരെ ലഭിക്കും. ഓക്കെ, ഇനി ഇതിനൊന്നും പോകാത്ത മക്കളും ഉണ്ടാവില്ലേ? അവർക്ക് വേണോ? നിങ്ങൾക്കും വേണോ? NMMS വേണോ? വേണം. യെസ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. കാരണം ഇറ്റ് ഈസ് ദ മെറിറ്റ് സ്കോളർഷിപ്പ് ആണ്. മെറിറ്റ് പഠിക്കുന്ന മക്കൾക്ക് ഇത് കിട്ടൂ. ഓക്കെ, അപ്പൊ 1 ലക്ഷത്തോളം സ്കോളർഷിപ്പ് ഉണ്ട്. അതിൽ 1 ലക്ഷത്തിൽ ഒരു കുട്ടിയായാൽ മതി നമ്മള്. ഓക്കെ, നന്നായിട്ട് പഠിച്ചാൽ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. യെസ്, നമുക്കിതിന്റെ ഒരു പാറ്റേൺ അറിയാം. ഒരു ദിവസം 2 നേരമാണ് പരീക്ഷ. രാവിലെയും ഉച്ചയ്ക്കുമായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയാൻ നമുക്ക് ഏതൊക്കെയാ പേപ്പറുകൾ? സാറ്റ് ഉണ്ട് അല്ലെ, സാറ്റ് ആൻഡ് മാറ്റ്. മാറ്റിൽ എന്തൊക്കെയാ വരുന്നു? ലോജിക് ആൻഡ് റീസണിങ് അല്ലേ. അങ്ങനെയുള്ള മാറ്റ് ആയിരിക്കും ഒരു സെഷൻ. അതിൽ നമുക്ക് 90 മാർക്കിനാണ് മാറ്റ് വരുന്നത്.
അതുപോലെ സാറ്റ് എത്ര മാർക്കിനാ വരുന്നത്? 90 മാർക്കിനാണ് സാറ്റും വരുന്നത്. അങ്ങനെ ഈ ഒരു പരീക്ഷ മൊത്തത്തിൽ എത്ര മാർക്കിനാ? 180 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലും ഓരോ കട്ട് ഓഫാ വരിക. അപ്പൊ അതിനനുസരിച്ചാണ് കട്ട് ഓഫ് മാറുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു പരീക്ഷയുടെ മാർക്ക് എത്രയാണ്? എത്രയാ മാർക്ക്? 180, 180 90 മാർക്ക് എവിടെ നിന്ന് വരുന്നു? സാറ്റിൽ നിന്നും. 90 എവിടുന്ന്? മാറ്റിൽ നിന്നും. ഓക്കെ, അപ്പൊ ഈ ഒരു 180 മാർക്കിൽ നിങ്ങൾ എപ്പോഴും ഒരു 120+ മാർക്ക് കണ്ടുവെക്കുക മുൻപില്. 120+ മാർക്കിന് വേണ്ടി പഠിക്കാം. എന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ കാരണം ഓരോ ജില്ലയ്ക്ക് അനുസരിച്ചാണ് കട്ട് ഓഫ് മാറുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും 120 മാർക്കിലോട്ട് എപ്പോഴും പഠിച്ചു വെക്കണം. കിട്ടിയോ? എന്നാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു സാറ്റിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ട്? സയൻസ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട് അല്ലെ. സയൻസിൽ എത്ര ക്വസ്റ്റ്യൻ വരുന്നു? 35 ക്വസ്റ്റ്യൻ സയൻസിൽ നിന്നും. സോഷ്യൽ സയൻസിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസും മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ അല്ലെ. അങ്ങനെ 90 ക്വസ്റ്റ്യൻസ്. എത്ര മണിക്കൂറാണ് ഉണ്ടാവുക? 90 ക്വസ്റ്റ്യൻസിനും കൂടെ 90 മിനിറ്റ് ആണ് ഉണ്ടാവുക. 90 ക്വസ്റ്റ്യനും 90 മിനിറ്റും. അപ്പൊ ഓക്കെ, അങ്ങനെ നമുക്ക് സാറ്റിന് ഒരു 90 മിനിറ്റ് ഉണ്ടാവും, മാറ്റിനും 90 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ 1 മിനിറ്റ് വെച്ചെടുത്തിട്ട് പരിശീലിക്കണം പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു 120-ൽ കൂടുതൽ മാർക്ക് എപ്പോഴും കിട്ടണം എക്സാമിന്. ഗോട്ട് ഇറ്റ്? എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സയൻസിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ്? 35 ചോദ്യം അല്ലെ. അപ്പൊ സയൻസിൽ ആരൊക്കെ വരുന്നു? സയൻസിന്റെ കീഴിൽ എന്തൊക്കെയാ വരുന്നു? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പൊ ഇത് 3 കൂടെ കൂടുന്നതാണ് എത്ര ക്വസ്റ്റ്യൻ വരുന്നത്? 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക് അല്ലെ. അപ്പൊ ഇതില് ഫിസിക്സില് നമുക്ക് ഫിസിക്സിന്റെ ടോപ്പിക് ഒന്ന് നോക്കാം. ഫിസിക്സില് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. പരമാവധി ഫിസിക്സിൽ നിന്ന് എപ്പോഴും വരാറുള്ളത് ഒരു 11 മുതൽ 12ഓളം ചോദ്യങ്ങൾ എവിടെ നിന്ന് വരാറുണ്ട്? ഫിസിക്സിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. 11 മുതൽ 12 ചോദ്യം നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ഫിസിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. യെസ്, അപ്പൊ ഏതൊക്കെയാണ് അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിക് ലൈറ്റ്, മിറർ, ലെൻസ്. ഓക്കെ, പ്രകാശം, ദർപ്പണം, ലെൻസ്, ഇവയിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയും ഇതാണ്. മിററും ലെൻസുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ കാണാവോ നിങ്ങൾക്ക്? കുറച്ച് മിറേഴ്സിനെ കാണാവോ? ഇത് ഏതൊക്കെയാ മിററുകൾ കാണുന്നത്? മേക്കപ്പ് മിറർ ഉണ്ട് അല്ലെ, മേക്കപ്പ് മിറർ ഉണ്ട്. ഇത് ഏതാ? സെക്കൻഡ് മിറർ ഏതാ? കോൺകേവ്. കോൺകേവ്. ഇത് ഷേവിംഗ് മിറേഴ്സ് ഉണ്ട്. പിന്നെ ഏതൊക്കെ മിറർ ഉണ്ട്? ഡോക്ടേഴ്സിന്റെ ഹെഡ് മിറർ ഉണ്ട് അല്ലെ, റിയർ വ്യൂ മിറർ ഉണ്ട്, റിഫ്ലക്ടർ ഉണ്ട്, സോളാർ ഫർണസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ മിററിൽ എന്തുണ്ട്? കോൺകേവ് മിററുകൾ ഉണ്ട്, കോൺവെക്സ് മിററുകൾ ഉണ്ട്, പ്ലെയിൻ മിററുകൾ ഉണ്ട്. അപ്പൊ ഇവയുടെയൊക്കെ ഉപയോഗങ്ങൾ പഠിക്കണ്ടേ? പഠിക്കണം. യെസ്, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് നമ്മുടെ ഈ ഒരു വെഹിക്കിൾസിൽ കാണുന്ന റിയർ വ്യൂ മിറർ എവിടുന്ന? ഏത് തരം മിറേഴ്സ് ആണ് വെഹിക്കിളിൽ കാണുന്ന റിയർ വ്യൂ മിറർ? കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏരിയയിൽ മിറർ, ലെൻസ്, ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ പഠിക്കണം. കോൺകേവ് ലെൻസിന്റെ ഉപയോഗം പഠിക്കണം, കോൺകേവ് മിററിന്റെ ഉപയോഗം പഠിക്കണം, അതുപോലെ പ്ലെയിൻ മിററിന്റെ ഒക്കെ ഉപയോഗങ്ങൾ പഠിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താലും ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്? വിച്ച് ഏരിയ? ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്? മിറർ ആൻഡ് ലെൻസ്. മിററും ലെൻസും കേട്ടോ. യെസ്, ദർപ്പണങ്ങളും ലെൻസുകളും ഇതിന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഇനി വേറൊരു ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി ആൻഡ് ടൈം അല്ലെ, വേഗത, പ്രവേഗം, സമയം. നിങ്ങൾ ഗ്രാഫ് ഒക്കെ ഓർക്കുന്നോ? വെലോസിറ്റിയുടെ ഒക്കെ ഗ്രാഫ്,
വേഗതയുടെ ഒക്കെ ഗ്രാഫും പ്രവേഗത്തിന്റെ ഒക്കെ ഗ്രാഫ് ഉണ്ട്. അപ്പം ഗ്രാഫുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രാഫിൽ നിന്നാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. വെലോസിറ്റി ടൈമിൽ നിന്ന് ഗ്രാഫ് വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ അടുത്തൊരു ഏരിയ ഏതാണ്? അടുത്തൊരു ഏരിയ ഏതാണ്? സ്പേസ് സയൻസ് അല്ലെ, അല്ലെങ്കിൽ ബഹിരാകാശ പര്യവേഷണം. അപ്പൊ അതിൽ എന്തൊക്കെയാ നമ്മൾ പഠിക്കണം? ബഹിരാകാശത്ത് പോയിട്ടുള്ള വെഹിക്കിൾസ് പഠിക്കണം, ലോഞ്ചിങ് വെഹിക്കിൾസ് പഠിക്കണം, PSLV ഒക്കെ ഓർമ്മയുണ്ടോ? GSLV, PSLV. യെസ്. അപ്പൊ ഇവരൊക്കെ പഠിക്കണം. അങ്ങനെ പര്യവേഷണങ്ങൾ പഠിക്കണം, പോയിട്ടുള്ള ആൾക്കാരെ പഠിക്കണം. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. GK ടൈപ്പ് ആയിട്ടാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ. യെസ്. അടുത്തൊരു ഏരിയ ആണ് എന്ത്? എനർജി സോഴ്സുകൾ അല്ലെ. യെസ്. ഊർജ സ്രോതസ്സുകൾ. ഏതൊക്കെയാ ഊർജ സ്രോതസ്സുകള്? പെട്രോള്, ഡീസൽ. ഉണ്ട്. പെട്രോള്, ഡീസൽ, നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ ഉണ്ട്, അതുപോലെ റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ ഉണ്ട് അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്. യെസ്. കൽക്കരി, പെട്രോളിയം, പെട്രോളിയം, ഡീസൽ, കെറോസിൻ. യെസ്. അതുപോലെ സണ്ണ്, വിൻഡ് എനർജി, ഇതൊക്കെ എനർജി സോഴ്സുകളാ. സണ്ണിൽ നിന്ന് എനർജി കിട്ടുന്നില്ലേ? ലൈറ്റ് എനർജി. യെസ്. വിൻഡിൽ നിന്ന് കിട്ടുന്നില്ലേ? വിൻഡ് എനർജി. യെസ്. അപ്പൊ ഇങ്ങനെയൊക്കെ എനർജി, നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള എനർജി സോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ ഏതാണ്? ഹീറ്റ്, താപം. ഓക്കെ. റേഡിയേഷനും കൺവെൻഷനും ഒക്കെ ഓർക്കുന്നോ? ഉണ്ട്. യെസ്. അപ്പൊ അവിടുന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഫിസിക്സിന്റെ ഒരു ഐഡിയ കിട്ടിയോ? ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ? യെസ്. അപ്പൊ ഒപ്റ്റിക്സ്, ലൈറ്റ്, മിറർ, നമ്മുടെ ദർപ്പണങ്ങൾ, ലെൻസ്, ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. എന്തായാലും ഒരു ചോദ്യം വിടുന്നുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള വേഗത, പ്രവേഗം, സമയം, ബഹിരാകാശങ്ങൾ, ഇവരെല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ കേട്ടോ. ബാക്കി ഏരിയാസിന്റെ ഫിസിക്സിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ഷുവർ ആയിട്ടും പഠിച്ചു പോകണം, ഈ ഏരിയകൾ. ഓക്കെ. യെസ്. അപ്പൊ നമുക്കൊരു 11 മുതൽ 12ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. യെസ്. അടുത്തൊരു സെഷൻ ഏതാണ്? കെമിസ്ട്രി അല്ലേ? സയൻസിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പൊ ഇനി കെമിസ്ട്രി എടുക്കുമ്പോൾ എന്താണ് കെമിസ്ട്രിയുടെ അവസ്ഥ? കെമിസ്ട്രിയിൽ നമുക്കൊരു 12 മുതൽ 13ഓളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ ഫിസിക്സിൽ നിന്നും ഒരു 11 മുതൽ 12 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ കെമിസ്ട്രിയിൽ നിന്നും 12 മുതൽ 13 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആസിഡുകളും ബേസുകളും. ആസിഡ്, ആൽക്കലി ഓർമ്മയുണ്ടോ? ആ ലിറ്റ്മസ് പേപ്പർ ഓർമ്മയുണ്ടോ? ബ്ലൂ. അതെ. റെഡ് ടു ബ്ലൂ ആവുന്നു, ബ്ലൂ ടു റെഡ് ആവുന്നു എന്നൊക്കെ അല്ലേ? യെസ്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താലും മുൻകാല ചോദ്യ പേപ്പറുകൾ എടുത്താൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും ചോദ്യം കാണാം. അപ്പൊ ഇതും പഠിക്കാതെ പോകരുത്. ആസിഡ്സ്, ബേസസ് അല്ലെ. അപ്പൊ ഈ ഒരു പാലിൽ കാണുന്ന ആസിഡിന്റെ പേരെന്താ? മിൽക്കിൽ ആസിഡിന്റെ പേര് ലാക്ടിക് ആസിഡ്. ഇനി നാരങ്ങയിൽ കാണുന്നതോ? നാരങ്ങ, ഓറഞ്ച്, ഇവരിലൊക്കെ കാണുന്ന ആസിഡ് ഏതാ? സിട്രിക് ആസിഡ്. വെരി ഗുഡ്. സിട്രിക് ആസിഡ്. ഇനി നമ്മുടെ പുളി, ടാമറിൻഡ്, പുളിയിലൊക്കെ കാണുന്ന ആസിഡ് ഏതാ? ടാറ്റാരിക് ആസിഡ്. യെസ്. ഇനി വിനെഗറിലൊക്കെ കാണുന്ന ആസിഡ് ഏതാ? വിനെഗർ. യെസ്. വെരി ഗുഡ്. ഇനി നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്, കൊക്കോകോള, പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്കിൽ കാണുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആസിഡ്സ്, ഈ ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തിൽ ചോദ്യമായിരുന്നു, മിൽക്കിൽ കാണുന്ന ആസിഡിന്റെ പേരെന്ത്? ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അപ്പൊ ഇനിയും കുറെ ആസിഡ്സ് ഉണ്ട് അല്ലെ. ഫ്യൂമാരിക് ആസിഡ്സ് ഉണ്ട്, കുറെ ആസിഡ് ഉണ്ടല്ലോ. ഓക്സാലിക് ആസിഡ്. അപ്പൊ കുറച്ച് ആസിഡ് ഞാൻ ഇപ്പം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മള് ആസിഡ്സും ബേസും എന്തായിട്ട് വേണം? നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ. അതുപോലെ ലിറ്റ്മസ് പേപ്പറിന്റെ ചോദ്യം നോക്കണം. ബ്ലൂ ടു റെഡ് ആരാകുന്നത്? റെഡ് ടു ബ്ലൂ ആരാകുന്നത്?
ഓക്കെ യെസ് യെസ്. ഇനി അടുത്ത ടോപ്പിക് ഏതാണ്? മെറ്റൽ അല്ലെ? മെറ്റൽസ്, ലോഹങ്ങളും മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസും ലോഹങ്ങളും എന്തൊക്കെയാണ്? ഏതൊക്കെയാ മെറ്റൽ വരുന്നത്? ഗോൾഡ്, ടങ്സ്റ്റൺ, കോപ്പർ, ബ്രോൺസ്, ബ്രോൺസ്, സിൽവർ, അതുപോലെ മെറ്റൽ സിൽവർ, ഗോൾഡ്, ടങ്സ്റ്റൺ, ടിന്ന്, ഇതൊക്കെ മെറ്റൽസ് അല്ലെ? നോൺ മെറ്റൽസ് ആരൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കോമ്പൗണ്ട് ആയി. നമ്മൾ മെറ്റൽ, നോൺ മെറ്റൽ. ആ പീരിയോഡിക് ടേബിൾ ഓർമ്മയുണ്ടോ? മെന്റലിന്റെ പീരിയോഡിക് ടേബിളിലെ നമ്മളെ മെറ്റൽ, നോൺ മെറ്റൽ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ട് അല്ലേ? അല്ലെ കാർബണും ഓക്സിജനും അല്ലേ നോൺ മെറ്റൽ? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്. പീരിയോഡിക് ടേബിൾ ഓർമ്മയുണ്ടോ? വലിയൊരു പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മൾ പറയുന്ന മെറ്റൽ, ഗോൾഡ്, ടങ്സ്റ്റൺ, ടിന്ന്, ഇതൊക്കെയാണ് മെറ്റൽസ്. നോൺ മെറ്റൽസ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെയാണ് നോൺ മെറ്റൽ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്താണ്? ബ്രോൺസും എന്താണ്? ഇതൊക്കെ കൂടുന്ന അലോയ് ആണ് ബ്രോൺസ്. മെറ്റൽസിൽ നിന്നുണ്ടാവുന്ന അലോയ് ആണ് ബ്രോൺസ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റൽ അല്ല, അതൊരു കോമ്പൗണ്ട് അല്ലേ? കാർബണും ഓക്സിജനും കൂടിയതല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മെറ്റലും നോൺ മെറ്റൽസും ലോഹങ്ങളും അലോഹങ്ങളും വ്യക്തമായിട്ട് അറിയണം. ഓക്കെ, പിന്നെ ഒരു ഏരിയ ഏതാണ്? കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ? രാസപ്രവർത്തനങ്ങൾ. അപ്പൊ നന്നായിട്ട് അത് അറിയാം. നമ്മള് കുമ്മായമൊക്കെ ഉണ്ടാക്കുന്ന രാസപ്രവർത്തനം പഠിച്ചിട്ടുണ്ടല്ലോ, ക്യുക്കിലായി. മറന്നിട്ടുണ്ടോ അതൊക്കെ? 7th പഠിച്ച് രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസും രാസപ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി കെമിസ്ട്രി നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നു അല്ലെ? രസതന്ത്രം നിത്യ ജീവിതത്തിൽ ഏതൊക്കെയാ എക്സാമ്പിള്? ഗോൾഗേറ്റ്, സോപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ അല്ലേ? നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അതൊക്കെ ഉണ്ടാക്കുന്നത്. യെസ്, ബ്രഷ്, സോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ. അതേപോലെ മെഡിസിൻസ്, ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കെമിസ്ട്രികളല്ലേ? അല്ലേ? രസതന്ത്രം നിത്യജീവിതത്തിൽ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളുകളൊക്കെ പഠിക്കണം. എങ്ങനെയാണ് സോപ്പിന്റെ കോമ്പൗണ്ട് ഏതൊക്കെയാന്നൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാതെ എന്ത് ചെയ്യരുത്? പരീക്ഷയ്ക്ക് പോകരുത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ ഇത് എന്തായാലും നമ്മൾ കവർ ചെയ്യണം, പഠിച്ചിട്ട് കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ അറിയുന്ന ഈ 7th ഇനിയിപ്പം പഠിക്കുന്ന 8th അല്ല, കുറച്ചുകൂടെ കൂടുതലായിട്ടൊന്നും പഠിക്കണം. 8ലും 9ലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇത്തിരി ക്വസ്റ്റ്യൻസ് ഇത്തിരി ലെവൽ കൂടും. അപ്പൊ നമുക്ക് 7th 8th നമ്മൾ കറക്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ച് സെറ്റ് ആക്കി വെക്കാം. കൂടാതെ നമുക്ക് 9ലെയും 10ലെയും കുറച്ച് കാര്യങ്ങൾ കൂടെ ആവശ്യം വരും. കാരണം ഇതൊരു നാഷണൽ ലെവൽ പരീക്ഷയല്ലേ? ഇന്ത്യ ഒട്ടാകെ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയല്ലേ? 1 ലക്ഷം സ്കോളർഷിപ്പേ ഉള്ളൂ. അപ്പൊ കുറച്ച് പരീക്ഷ എന്തായിരിക്കും? ഇത്തിരി കാര്യങ്ങൾ, കണ്ടന്റ് ഏരിയ നമുക്ക് ഇച്ചിരി കൂടുതൽ അറിയണം. ഓക്കെ ആണോ? അപ്പൊ നമ്മള് ഫിസിക്സിനെ ഒന്ന് പറഞ്ഞു, കെമിസ്ട്രി പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട്? ഒരു 11 മുതൽ 12 അല്ലെ? അല്ലെങ്കിൽ 12 മുതൽ 13ഓളം എന്തുണ്ട്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത ഏരിയ ഏതാ? ബയോളജി. യെസ്. അപ്പൊ ബയോളജി എടുക്കുമ്പോൾ ബയോളജിയിലും ഒരു 11 മുതൽ 12ഓളം ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഏരിയ? ബയോളജിയിൽ നിന്ന് വരുന്ന ഏരിയ ഏതൊക്കെയാണ്? എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ. ഓർമ്മയുണ്ടോ ആവാസ വ്യവസ്ഥ? നമ്മൾ ഫുഡ് വെബ് ചെയിൻ ഒക്കെ പഠിച്ചത്. അതെ, ട്രോപ്പിക് ലെവൽ അല്ലേ? അതെ, ട്രോപ്പിക് ലെവല്, കാർണിവോറസ്, ഹെർബിവോറ് ഓർമ്മയുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയണം. എല്ലാ ട്രോപ്പിക് ലെവലുകൾ അറിയണം. ഹെർബിവോർ ആരാ, കാർണിവോർ ആരാ, ഫുഡ് ചെയിൻ എന്താ, ഫുഡ് വെബ് എന്താന്നൊക്കെ അറിയണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക്
ഇതൊക്കെ ഓർമ്മയുണ്ടോ? വെസ്റ്റേൺ ഗട്ട്, സുന്ദർബൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? വെസ്റ്റേൺ ഗട്ട്, സുന്ദർബൻസ് ഒക്കെ. യെസ്. അപ്പൊ ഇതൊക്കെ വെസ്റ്റ് ബംഗാള സുന്ദർബൻസ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തായാലും ചോദിക്കുന്നുണ്ട്. യെസ്. പിന്നെ എക്കോസിസ്റ്റം ഏതൊരു യെസ്, പോണ്ട് ഒരു എക്കോസിസ്റ്റം അല്ലേ? ഓഷ്യൻ ഒരു സമുദ്രം ഒരു എക്കോസിസ്റ്റം അല്ലേ? ഒരു ആവാസ വ്യവസ്ഥയല്ലേ? ഒരു ട്രീ, ഒരു മരം തന്നെ ഒരു ആവാസ വ്യവസ്ഥയല്ലേ? അതെ 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 അതെ. ഇനി നമുക്ക് വേറെ വരുന്ന ഒരു ഏരിയ എന്താണ്? സെൽ ആൻഡ് ടിഷ്യൂ, കോശങ്ങളും കലകളും അല്ലെ? യെസ്. അങ്ങനെ സെല്ലും ടിഷ്യൂ. നിങ്ങൾ റോബർട്ട് ഹുക്കിനെ ഇപ്പൊ 8ാം ക്ലാസ്സിലല്ല ചാപ്റ്റർ ഉള്ളത്? റോബർട്ട് ഹുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ഇതില് മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടുപിടിച്ചു അല്ലെ റോബർട്ട് ഹുക്ക്? വിർഷോന്റെ തിയറി ഓർമ്മയുണ്ടോ? സെൽ തിയറി ഓഫ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓർമ്മയുണ്ട് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് എന്താ പറയാ? സയന്റിസ്റ്റുകളെ പറയും, അതുപോലെ അവർ കണ്ടുപിടിച്ചത് എന്താണ്? മൈക്രോസ്കോപ്പ് എന്ന് പറയും, എന്നിട്ട് വിർഷോ തരും. നമ്മൾ മാച്ച് ഇത് ഫോളോയിങ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ആ ഏരിയ നമുക്ക് സയന്റിസ്റ്റുകൾ അവരുടെ ഇൻവെൻഷൻസ് വ്യക്തമായിട്ട് അറിയണം, അവരുടെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞ. ഓക്കെ. യെസ്. അതുപോലെ നിങ്ങൾ സെല്ലുകൾ, നമ്മള് സെല്ലിലെ ഓർഗനൽസ് പഠിച്ചോർക്കുന്നോ? കോശങ്ങൾ, സെല്ല് ഓർഗനൽസ്, മർമ്മമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ഏരിയ ഇവരുടെയൊക്കെ ഫങ്ഷൻസ് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഫങ്ഷൻസ് കേട്ടോ, ഇവരുടെയൊക്കെ ഫങ്ഷൻസ് പഠിക്കണം. ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഇവിടുന്ന് വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇവരുടെയൊക്കെ ഫങ്ഷൻ എന്താ? ഏതാ പവർ ഹൗസ് ഓഫ് ദ സെൽ? പവർ വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഈ എനർജി ഉണ്ടല്ലോ, ഈ ഒരു പഠിക്കാനുള്ള ഈ ഒരു ക്യൂരിയോസിറ്റി, ഒരു എനർജി, അത് എന്ത് ചെയ്യണം? ഈ ഒരു വർഷം മൊത്തം ഉണ്ടാവണം. ഓക്കെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കട്ടക്കിരുന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NMMS ക്ലിയർ ചെയ്യാൻ പറ്റും. കിട്ടിയോ? പിന്നെ നമുക്ക് അച്ഛനോട് അമ്മനോട് പൈസ ചോദിക്കണോ? ഒരു മിഠായി മേടിക്കാൻ പൈസ ചോദിക്കണോ? വേണമെങ്കിൽ നമുക്ക് അച്ഛനും അമ്മക്കും അങ്ങോട്ട് പൈസ കൊടുക്കാം അല്ലെ? അതെ. യെസ് 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 യെസ്. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഒരു എയിമും അതായിരിക്കണം കേട്ടോ. ഫൈൻ. കുറെ കാലം അവര് നമ്മളെ നോക്കിയില്ലേ അല്ലേ? ഇപ്പോഴും അവര് നോക്കുന്നു. നമുക്കും പറ്റുന്നത് അവർക്കും ചെയ്തു കൊടുക്കണ്ടേ? അപ്പൊ 48,000 ഉറുപ്പ്യൊക്കെ കിട്ടിയാ പിന്നെ ആരായി നിങ്ങള്? അയ്യ, എന്തൊക്കെ മേടിക്കാം അല്ലേ? ഇനിയിപ്പോ ഒരു 10ലൊക്കെ പോകുമ്പോ നമുക്ക് എല്ലാവരും ട്യൂഷന് പോകും. 10ന് എല്ലാവരും 10+ കിട്ടണ്ടേ നമുക്ക് 10ല് അല്ലേ? ഫുൾ A+ എന്നുള്ള സാധനമുണ്ട്. അപ്പൊ എല്ലാവരും ട്യൂഷന് പോകും. യെസ്. അപ്പൊ നമ്മളെ വീട്ടിൽ ചിലപ്പോ സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് സങ്കടാവില്ലേ? വീട്ടുകാർക്കും സങ്കടാവില്ലേ അല്ലെ? പൈസ ഇല്ലെങ്കിൽ. അപ്പൊ നമുക്ക് പറയാം അവരോട്, അച്ഛനമ്മ സങ്കടപ്പെടണ്ട, ഉമ്മ അപ്പ സങ്കടപ്പെടണ്ട, എന്റെ പൈസ ഉണ്ട്, ഞാൻ ട്യൂഷന് പൊക്കോളാം അല്ലെ? പിന്നെയും പൈസ ബാക്കിയാവും നിങ്ങളുടെ അടുത്ത്. എന്നിട്ടും ബാക്കി പൈസ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ +2 +1 ട്യൂഷന് പോവാം. നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ മേടിക്കാണ്ടാവും. ബുക്ക് ഇതെല്ലാം മേടിച്ചൂടെ? ബാഗ് കൊടൊക്കെ മേടിച്ചൂടെ? യെസ്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉപകാരമുള്ള രീതിയിലാക്കി മാറ്റണം. നമ്മുടെ വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യണം? നമുക്ക് ബെനഫിറ്റ് ആക്കി മാറ്റണം കേട്ടോ. യെസ്. ഇനി നമ്മള് ബയോളജിയിലെ വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്ത ഒരു ഏരിയ ഏതാണ് ബയോളജിയില്? മെറ്റബോളിസം ഇൻ ഓർഗാനിസംസ് അല്ലെ? ഏതൊക്കെയാണ് ജീവൽ പ്രവർത്തനങ്ങള്? നമ്മുടെ റെസ്പിറേഷൻ ഉണ്ട് അല്ലെ? ശ്വസന വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് 6th 7th ലാസ്റ്റിലെ ചാപ്റ്ററുകള്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർക്കുന്നില്ല? ദഹന വ്യവസ്ഥയൊക്കെ നമ്മൾ പഠിച്ച മൗത്ത്, ടീത്തൊക്കെ പഠിച്ചില്ലായിരുന്നോ? പല്ല്, ഇനാമല്, നമ്മൾ സ്റ്റൊമക്ക് പഠിച്ചു. പ്രീമോളാർ, ഇൻസിസർ, കാനൈൻ, അതൊക്കെ ഓർക്കുന്നില്ലേ? ചർവണകം, ഇതെല്ലാം ഓർക്കുന്നില്ലേ?
Small intestine, large intestine. Yeah, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഓർക്കുക ഡൈജസ്റ്റീവ് എൻസൈംസ് എങ്ങനെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗൻസ് തരും, നമുക്ക് അവയവങ്ങൾ തരും. എന്നിട്ട് അവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരിലുള്ള പ്രത്യേകത, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അപ്പൊ കുറച്ചുകൂടെ ഇത്തിരി കൂടെ കണ്ടന്റും നമ്മളെ കയ്യിൽ വേണം. ഇച്ചിരി കൂടെ 2-3-4 പോയിന്റ് കൂടുതൽ കൂടെ വേണം. ഒരു 9-10 ലെവലുള്ള കുറച്ചുകൂടെ കാര്യങ്ങളും നമ്മളെ കയ്യിൽ വേണം. ഓക്കെ, അതായത് നമ്മൾ ഏഴാം ക്ലാസ് 8 മാത്രമായാൽ പോരാ, കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ വേണം. വലിയ രീതിയിൽ വേണ്ട, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ അധികം ഒന്ന് അറിയണം ഈ കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, പിന്നെ നമുക്ക് ടാക്സോണമി വർഗീകരണം, അത് കുറച്ച് 8 നിങ്ങൾക്ക് വരുന്ന ഒരു ടോപ്പിക് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പേരുകൾ, കുറച്ച് ആൾക്കാരുടെ പേര്, ഇപ്പൊ ഓർഗാനിസംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനിമൽ ആയിട്ടും പ്ലാന്റ് ആയിട്ടൊക്കെ ഫംഗസ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പേരുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, സ്പീഷീസ്, ജീനസ് ഒക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ, പ്രത്യേകം ആൾക്കാരുടെ എപ്പോഴും ചോദിക്കാറുണ്ട്. കിട്ടിയോ? അപ്പൊ അതൊന്ന് പഠിക്കണം. മാങ്ങയുടെ മാഞ്ചിഫറ ഇൻഡിക്ക ആണ് മാംഗോ. നമ്മളെ മാങ്ങയില്ലേ, അതിന്റെ മാഞ്ചിഫറ ഇൻഡിക്ക. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ അതും ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരും. കിട്ടിയോ? അപ്പൊ അങ്ങനെ ടാക്സോണമി വർഗീകരണത്തിന് വരും. പിന്നെ അടുത്തൊരു ചാപ്റ്റർ നമ്മുടെ അഗ്രികൾച്ചർ അല്ലെ, കൃഷി വിളകൾ, റാബീസ് ക്രോപ്പും ഓർക്കുന്നോ? റാബി, ഖാരിഫ് റാബി ക്രോപ്പുകളൊക്കെ, ഖാരിഫ് വിളകൾ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസുകളായിട്ട് ചോദിക്കും. ഖാരിഫ് വിളകൾ, ഗോതമ്പ്, റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇത് ഖാരിഫ് ആണോ റാബി ആണോ എന്നൊക്കെ ചോദിക്കും. ഏത് മാസത്തിലാണ് ഇവര് വിളവുള്ളത് എന്ന് ചോദിക്കും. അതുപോലെ ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഏരിയ ആണ്. ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, അപ്പൊ ഒരു 11 മുതൽ 12 വരെ ചോദ്യം നമുക്ക് എവിടെ നിന്നും പ്രതീക്ഷിക്കാം? ബയോളജിയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇതാണ് ഒരു സയൻസിന്റെ ഒരു സിലബസ്. കിട്ടിയോ? അതെ. അപ്പൊ നമ്മൾ ഈ മാത്സിൽ എന്തൊക്കെ എഴുതുന്നുണ്ട്? ലോജിറ്റ്യൂഡിനൽ കാര്യങ്ങളുണ്ട്, അതുപോലെ റീസണിങ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്, പെർസെപ്ഷൻ, അനലോഗി എല്ലാം വരുന്നു മാത്സിൽ കേട്ടോ. 90 മാർക്കായിരിക്കും. ഒരു 90 മിനിറ്റ് എടുത്ത് പരീക്ഷ തീർക്കാം. അതുപോലെ സാറ്റിൽ എന്തൊക്കെ വരുന്നു? സയൻസ് വരുന്നു, സോഷ്യൽ സയൻസ് വരുന്നു, മാത്സ് വരുന്നു കേട്ടോ. അപ്പൊ സയൻസ് ആണ് നമ്മൾ ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സയൻസിന്റെ ഒരു ഐഡിയ കിട്ടിയോ? എങ്ങനെ സയൻസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? സയൻസിൽ നിന്ന് ഏതൊക്കെ ഏരിയ ആണ് വെരി ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലായോ? നമ്മൾ ഒരിക്കലും പഠിക്കാതെ ഇത് പോകരുത് എന്ന് മനസ്സിലായില്ലേ? സയൻസില്, ഫിസിക്സിലും കെമിസ്ട്രിയിലും. അതെ, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇത്രയും പറഞ്ഞ ഏരിയകള്, ഈ ഒരു ദർപ്പണം, ലെൻസ് ഒന്നും പഠിക്കാതെ പോകരുത് കേട്ടോ പരീക്ഷയ്ക്ക്. ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും ഏതൊരു പരീക്ഷാ പേപ്പറും അതുപോലെ 23, 22, 21, 19 മുതൽ 11 വരെ എടുത്താൽ നമുക്ക് ആരെ കാണാം? ദർപ്പണം, ലെൻസിൽ നിന്ന് ഒരു ചോദ്യം കാണാം. അതുപോലെ ബയോളജിയിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ, അവരുടെ ഫംഗ്ഷനിൽ നിന്നും ചോദ്യങ്ങൾ കാണാം. കറക്റ്റ് ആയിട്ട് കൂടുതലായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ആസിഡ്സിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നു. പിന്നെ ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതല്ലാത്ത ഏരിയാസിലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അപ്പം ഇതല്ലാതെ കുറച്ച് ഏരിയകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളൊരു 7, 8 മാത്രം ഒരു പഠിത്തം വേണ്ട, കുറച്ചുകൂടെ കാര്യങ്ങളും നമുക്ക് അറിയണം. ഇത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. കിട്ടിയോ? ഓക്കെ. അപ്പൊ ക്രിസ്റ്റൽ എഡ്യൂഹബിന്റെ ഈ ഒരു കോഴ്സിന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 3 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് സിവിക്സിന്റെ ആയിരിക്കും, ഒന്ന് ഹിസ്റ്ററിയുടെ ഉണ്ടാവും, ഒന്ന് ഇതുപോലെ മാത്സ് ഉണ്ടാവും, പിന്നെ സയൻസിന്റെ ക്ലാസ്. അങ്ങനെ നമുക്ക് ആഴ്ചയിൽ 3 ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ലൈവില് പങ്കെടുക്കാൻ പറ്റാത്ത മക്കളുണ്ടാവും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കയറാൻ പറ്റാത്തവർക്ക് എന്ത് അവൈലബിൾ ആണ്? റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് തരും, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ക്ലാസ് കാണാൻ, കേൾക്കാം. ടീച്ചർ ഏതൊക്കെ ദിവസം ക്ലാസ്?
ഓക്കെ, പൊതുവെ ഉണ്ടാവുന്നത് വെള്ളി, ശനി, ഞായർ ആ രീതിയിലാണ്. ഓക്കെ, രാത്രി ആയിരിക്കും ഇതുപോലെ നമ്മൾ 8:30 ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. 8:30 to 9:30 സമയം. ടീച്ചർ ഏതൊക്കെ സബ്ജക്ട് സബ്ജക്ട് നമ്മൾ പറഞ്ഞ എല്ലാ സിലബസും എല്ലാ ടോപ്പിക്കും എല്ലാം കവർ ഓൾ ടോപ്പിക്, നമ്മൾ എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. മാത്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ് എല്ലാം 4 ഏരിയ. ആരടാ എന്ത് കവർ ചെയ്യുന്ന വെച്ച്? ഹിന്ദി. ഹിന്ദി എന്തിനാ, നമുക്ക് എക്സാമിന് ഉണ്ടോ? ഹിന്ദി എക്സാമിന് ഉണ്ടോ? ഇല്ല. എക്സാമിന് നമുക്ക് ഏതൊക്കെയേ ഉള്ളൂ? മാത്തും സാറ്റല്ലേ ഉള്ളൂ. യെസ്, നമ്മൾ എക്സാം NMMS ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ്, മാത്ത് വരുന്നു, സാറ്റലൈറ്റ് സയൻസും സോഷ്യൽ സ്റ്റഡീസും അതുപോലെ മാത്സും തരും. ഓക്കെ, എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും. ഗോട്ട് ഇറ്റ്. അതുപോലെ നമുക്ക് ഗ്രൂപ്പുകളിൽ എക്സാം ഡിസംബർ ആവുമ്പോത്തിനാണ് എക്സാം വരിക. ഒരു നമുക്കൊരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ സെറ്റ് ആക്കി വെക്കണം. കാരണം ഇൻകം നിർബന്ധമാണ്. ഒരു 3.5 lakhs 3.5 ലക്ഷത്തിൽ താഴെയുള്ളവര് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരെന്ത് ചെയ്യണം, വില്ലേജ് ഓഫീസിൽ പോയി നമ്മളൊരു ഇൻകം സർട്ടിഫിക്കറ്റ് സെറ്റ് ആക്കി വെക്കണം ഒരു നവംബർ ആകുമ്പോഴേക്ക്. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പൊ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ SC/ST കുട്ടികൾ ഉണ്ടാവുമല്ലോ ഇവിടെ അല്ലെ, SC/STക്കാരില്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം. അപ്പൊ തഹസിൽദാറിന്റെ അടുത്ത് പോയാൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/STക്കാർക്ക് വേണം. അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം, നമുക്ക് എല്ലാവർക്കും വേണം. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു നവംബർ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഡിസംബറിലായിരിക്കും പരീക്ഷ. ഒരു ദിവസം രാവിലെയും പരീക്ഷ, ഉച്ചയ്ക്കും പരീക്ഷ. ഓക്കെ, പേരിലെടുക്കണോ? എങ്ങനെ? വേണ്ട വേണ്ട, നമ്മൾ പാരന്റ്സിന് ഉണ്ടോ എന്നല്ലേ, പാരന്റ്സിന്റെ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ പാരന്റ്സിന്റെ നികുതി ഷീറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. ഓൺലൈൻ എക്സാം കാരണം കുട്ടികൾക്ക് ഇല്ലല്ലോ, നമ്മൾ പാരന്റ്സ് ആണോ അല്ലേ എന്നല്ല, അപ്പൊ പാരന്റ്സിന്റെ വെച്ച് ചെയ്താൽ മതി കുട്ടികൾക്ക്. കുട്ടികളുടെ പേരില് എടുക്കണോ, അങ്ങനെ ഉണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അതെ, കുട്ടികളുടെ പേരിൽ പാരന്റ്സിനെ നമ്മൾ കൊടുക്കുക. ആർക്കാണ് എന്താണ് ലാൻഡ് ഉള്ളത് വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പൊ പാരന്റ്സിന്റെ പേരാണ് നമ്മൾ കൊടുക്കുക. കോച്ചിങ് ഫീ എത്ര? ഞാൻ പറയട്ടെ, നമ്മളെ കോഴ്സ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പം വീക്കിലി നമുക്കൊരു 3 ലൈവ് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ഡിസംബർ എക്സാം വരുന്നത് വരെ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടാവും ഗ്രൂപ്പിൽ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലാതെ ക്ലാസ് കേട്ട് പോയിട്ട് കാര്യമുണ്ടോ? നമ്മളെ എക്സ്പെക്ടേഷൻ ഇല്ല. നമുക്ക് ആ പരീക്ഷയിൽ കറപ്പിക്കാൻ പറ്റണ്ടേ? നമുക്കൊരു ചോദ്യം കിട്ടിയാൽ ആ 4 ഓപ്ഷനിൽ ഏതാ ഉത്തരം എന്ന് അറിയണം. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ പാലിൽ ആസിഡ്, ലാക്ടിക് ആസിഡ് എന്ന് കാണാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ട് ചെയ്ത് പഠിക്കണ്ടേ? ഫുൾ ഓപ്ഷൻ ആയിരിക്കും ക്വസ്റ്റ്യനില്. OMR കംപ്ലീറ്റ് OMR ആണ്. ഫുൾ OMR ആണ്. അല്ല, OMR ടൈപ്പ് എക്സാം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുക്കാൻ പറ്റൂ, കുറെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത്രയും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് തറവാവണം. അപ്പൊ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഉണ്ടാവും, പോൾ ഇടും. നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ത്, നിങ്ങൾ പഠിച്ചത് ശരിയാണോ അല്ലേന്ന് അറിയണ്ടേ അല്ലേ? നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടോ, ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ചോദ്യം ആൻസർ ചെയ്ത് നോക്കിയാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് അറിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ ക്ലാസ് കഴിഞ്ഞോട്ട് നമ്മൾ ക്ലാസ് നോട്ടുകൾ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ്. പിന്നെ ഫീസ് വരുന്നത് 750 ആണ്, 750 രൂപയാണ്. അപ്പൊ നമുക്ക് എക്സാം ക്ലിയർ ചെയ്താൽ നമുക്ക് മാസം എന്ത് കിട്ടും, 1000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം കിട്ടുന്ന 1000 രൂപയിൽ നമുക്ക് 750 തന്നെ ഈ പാരന്റ്സ് നമുക്ക് കൊടുക്കാം. അവരല്ലേ ഇപ്പൊ നമുക്ക് ഇപ്പം പൈസ തരുന്ന ആൾക്കാർ, നമ്മുടെ പാരന്റ്സ് അല്ലേ? 750 രൂപ പാരന്റ്സ് തന്നാൽ
നമുക്ക് NMS കിട്ടിയാൽ ആദ്യത്തെ മന്ത് കിട്ടുന്ന പൈസ തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാം. ബാക്കി 250 വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ടീച്ചറെ ഓൺലൈൻ എക്സാം ആണോ? അല്ലാടാ, ഓൺലൈൻ അല്ല, നമ്മൾ നേരെ പോയിട്ട് നടക്കുന്ന എക്സാം ആണ്. CBT ടൈപ്പ് അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. ഇല്ല, മൈനസ് മാർക്ക് ഇല്ല, കറന്റ്ലി ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു അല്ല നമ്മൾ പരീക്ഷ ശരിക്കുമായിട്ട് എവിടെ പോയി നമ്മൾ സെന്ററിൽ പോയിട്ട് എഴുതണം. കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. നമുക്ക് ഷീറ്റ് OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യണം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ, കോച്ചിങ്ങിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഇട്ട് തരും, പോളായിട്ട് ഇട്ട് തരും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നാ പറഞ്ഞത്. ശരിക്കത്തെ NMS എക്സാം നമ്മൾ OMR എഴുതുന്നത്. കിട്ടിയോ? കൺഫ്യൂസ്ഡ് ആവരുതാരും. അത് കമ്പ്യൂട്ടർ അല്ല. ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ കോഴ്സ്, നമ്മള് കോച്ചിങ് ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനല്ലേ എടുക്കുക, ഓഫ്ലൈൻ എടുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ഓൺലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ഇടും. ദെൻ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 250 വെച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു ഇൻസ്റ്റന്റ് രജിസ്ട്രേഷൻ നടത്താം. ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് ആർക്കെങ്കിലും ഉണ്ടോ? പാരന്റ്സിനോ അങ്ങനെ ആർക്കെങ്കിലും, സ്റ്റുഡൻസിനോ? ഓക്കെ, ഹലോ, നമസ്കാരം ടീച്ചറെ. നമസ്കാരം മാം. ടീച്ചറെ, നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പൊ ഇതില് എബോ 3.5 കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് നോട്ടിഫിക്കേഷനിലൊക്കെ. 3.3 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. ഓ, അപ്പൊ നമ്മുടെ ഇൻകം അതിൽ കൂടും. ഞാന് ഗവൺമെന്റ് സർവീസിലുള്ളതാ കേട്ടോ. ഓക്കെ. അപ്പോ ഇതില് പങ്കെടുക്കാൻ പറ്റത്തില്ല അല്ലേ? 3.5 ആണ് പറയുന്ന ഒരു എമൗണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് ടീച്ചറിനോട് നമ്മളിത് അന്വേഷിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇൻകം ഒന്നും ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്, നമ്മൾ മാർക്ക് അവര് നോക്കുമ്പോൾ എക്സാമിന്റെ റിസൾട്ട് പിന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവര് എന്താ, ഇൻകം കുറഞ്ഞ കുട്ടി, അതായത് ഇൻകം കൂടിയ കുട്ടിയും കുറഞ്ഞ കുട്ടി ഉണ്ടെങ്കിൽ, പക്ഷെ മാർക്ക് ഒരുപോലെയാണെങ്കിൽ കുറഞ്ഞ കുട്ടിക്കാണ് കൊടുക്കുക. ഓ, അത് ശരി. പിന്നെ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇത്ര കട്ട് ഓഫും വരും. ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ കട്ട് ഓഫ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇൻകം കുറയുന്ന കുട്ടിക്ക് ഒരേപോലെ മാർക്കാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. അങ്ങനെ ഒരു ഇൻകം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇതിന്റെ ഒരു എക്സാമിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള മെറിറ്റിയസ് ആയിട്ടുള്ള കുട്ടികളുടെ മുന്നോട്ട് കൊണ്ടുവരിക എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ലക്ഷ്യം. MHRന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ വരെ അവർക്ക് വേണ്ട ഒരു ഫൈനാൻസ് എയ്ഡ് കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. ഓ, ശരി. അപ്പൊ പിന്നെ ഇതിൽ പറ്റത്തില്ല, ഇതിന്ന് പിന്മാറാനല്ല പറ്റും. മോക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെയാ നമ്മള്. ഓക്കെ. അപ്പൊ ഓക്കെ ടീച്ചറെ, താങ്ക് യു. ശരി മാം, താങ്ക് യു. ടീച്ചറെ, എങ്ങനെയാ ഇതിന്റെ ക്ലാസ് എത്ര മാസം കാണും ഇത് മൊത്തം ഓൺലൈൻ? നമുക്ക് ഡിസംബറിലാണ് എക്സാം പൊതുവെ എപ്പോഴും വരാറില്ല. അപ്പൊ ആ ഒരു സമയം വരെ സർ ക്ലാസ് ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് മന്ത്ലി ഫീസ് ഒക്കെ എങ്ങനെയാണ്? ഇത് മൊത്തം ടോട്ടൽ എങ്ങനെയാണ് ഇതിന്റെ ഫീസ് നിങ്ങളുടെ കുട്ടികളുടെ? ടോട്ടലി എമൗണ്ട് ആണ് പറഞ്ഞത് 750, 750 രൂപയേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ. ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ദെൻ ഇർഷാദ് പറഞ്ഞോളൂ. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട്? സ്റ്റഡി നമ്മൾ 7th-ലെയും 8th-ലെയും കണ്ടന്റ് വ്യക്തമായിട്ട് കുട്ടികൾക്ക് അറിയണം. ആ ബുക്ക് അവരുടെ കയ്യിൽ വേണം. കാരണം റിവിഷന് കാര്യങ്ങളൊക്കെ അത് ഉപകാരപ്പെടും. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇവിടുന്ന് കണ്ടന്റ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇച്ചിരി നമ്മൾ ഇച്ചിരി കൂടെ കണ്ടന്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. പുസ്തകം വാങ്ങാൻ കിട്ടുമല്ലോ MMS? ഒത്തിരി കിട്ടും. ഒത്തിരി പബ്ലിക്കേഷൻസിന് ഇഷ്ടം.
വായിക്കേണ്ടതുണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു താല്പര്യം പോലെ. നമ്മൾ അത്യാവശ്യം ടോപ്പിക്കുകളൊക്കെ ഇവിടെ കവർ ചെയ്യുന്നതാണ്, എല്ലാം കവർ ചെയ്യുന്നതാണ്. പിന്നെ ബുക്സ് നമുക്ക് എല്ലാ എക്സാമിന്റെയും അവൈലബിൾ ആയതുകൊണ്ട് എല്ലാം കിട്ടും, എല്ലാ പബ്ലിക്കേഷന്റെ ബുക്ക് കിട്ടും. ഇന്നൊരു പബ്ലിക്കേഷൻ പറയാൻ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഉണ്ടാവൂലേ ഇതില് GK ആയിട്ട് അത് കറന്റ് അഫേഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? കറന്റ്ലി നടക്കുന്ന അതാണോ ഉദ്ദേശിക്കുന്നത് മാം GK എന്ന് പറയുന്നത്? അതായത് നമ്മൾ പൊതുവെയുള്ള ടോപ്പിക്കുകൾ കറന്റ് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. കറന്റ് അഫേഴ്സ് നമ്മുടെ ഇപ്പൊ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. പകരം അവർക്ക് വേണ്ടപ്പം ബഹിരാകാശം സ്പേസിനെ കുറിച്ചുള്ള GK അവർക്ക് അറിയണം. അങ്ങനെയുള്ള കുറച്ച് GK ടൈപ്പുകൾ വരുന്നു. അതും ഇവര് പഠിച്ചിട്ടില്ല കേട്ടോ. 7th 8th 9th 10th ഒക്കെ ആയിട്ട് പഠിക്കുന്ന കണ്ടന്റ് ആണ് ചോദിക്കുന്നത്, അല്ലാതെ കറന്റ് അഫേഴ്സ് ആയിട്ട് ചോദ്യങ്ങളില്ല. ടീച്ചർ ജനറൽ കാസ്റ്റ് പ്രശ്നമുണ്ടോ? ഇല്ല, കാസ്റ്റിൽ ഒരിക്കലും പ്രശ്നമില്ല. ജനറൽക്കാർക്കും OBC-കാർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ജനറൽ കാറ്റഗറിക്ക് OBC-ക്ക് പക്ഷെ SC ST ആണെങ്കിൽ അവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ SC ST-കാർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, OBC-കാർക്കും ജനറൽ കാറ്റഗറിക്കാർക്കൊക്കെ എക്സാം എഴുതാം. ഇതിനാകെ ഒരു മാനദണ്ഡം, ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻകം ഒരു 3.5 താഴെ ആയിരിക്കണം എന്നുള്ളൂ. പിന്നെ 7th ഒരു 55% മാർക്ക് വേണം. അങ്ങനെ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്കൊക്കെ എഴുതാം കേട്ടോ. ജനറൽ OBC എല്ലാവർക്കും എക്സാം എഴുതാം. മാം, ഞാനില്ലേ കഴിഞ്ഞ വർഷം വരെ CBSE ആയിരുന്നു. അപ്പൊ മാം ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് അതൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ക്ലാസ് എടുക്കുമ്പോ അതൊക്കെ കവർ ചെയ്യോ? നിങ്ങൾക്ക് ലെൻസ് മിറർ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, CBSE ഉണ്ടല്ലോ പോർഷൻസില്. ക്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ ഫസ്റ്റില് 8th ചാപ്റ്റർ. അതൊക്കെ ഞങ്ങൾ 5th തന്നെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബെറ്റർ അതാണ് നമ്മള് കേരളക്കാരെക്കാളും. അപ്പൊ അത് മതി, കണ്ടന്റ് കുറച്ചും കൂടെ ഒന്ന് എക്സ്ട്രാ ഉണ്ടായാൽ മതി. ഇംഗ്ലീഷിലെ മലയാളത്തിലെ ക്ലാസ് ഉണ്ടാവുക? ബോത്തില് രണ്ടിലും, ഇംഗ്ലീഷിലും മലയാളത്തിലും കമ്പൈൻഡ് ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവുന്നത്. നോട്ടുകളും ഇംഗ്ലീഷും മലയാളവുമായിട്ട് പ്രൊവൈഡ് ചെയ്യും. എക്സാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഭാഗം മൊത്തം ഇംഗ്ലീഷിലും ഒരു ഭാഗം മൊത്തം മലയാളത്തിലായിരിക്കും. അപ്പൊ നമ്മൾ ഏതാണോ മീഡിയം അത് നമുക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. യെസ്, അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ഇംഗ്ലീഷും മലയാളവും, ഒരു മിനിറ്റ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നോട്ട്സുകളും അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പറയൂ മാം. ഷാജില മാം പറയൂ. ഷജില മാം, ടീച്ചർ ക്ലാസ്സിൽ എത്ര പെർസെന്റേജ് ആണ് മാർക്ക് വേണ്ടത്? 55%. 7th 55% വേണം, 55% വേണം. അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. എല്ലാവർക്കും അത് കിട്ടും അത്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു 250 കൊടുത്തിട്ട് ഇൻസ്റ്റന്റ് രജിസ്ട്രേഷൻ ചെയ്യാം. ബാക്കി എമൗണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. അപ്പം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ. ഹലോ, പറയൂ സർ. ഞാൻ ഇർഷാദാണ്. ഓക്കെ. പിന്നെ ഇൻസ്റ്റന്റ് രജിസ്ട്രേഷനുള്ള ആ ഒരു QR കോഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കട്ടെ, 250 അടച്ചിട്ട്. ഓക്കെ ഷർബാനു, നമുക്ക് സെഷൻ എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സർ? വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്തിട്ട്. ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇനി? ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു. വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്.